ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞുണ്ടാക്കിയത് ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ. കെ. സുധാകരനും ശോഭാ സുരേന്ദ്രനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ.പി. ജയരാജൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കല്യാശ്ശേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മാസങ്ങൾക്ക് മുമ്പ് പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നുവെന്നും തിരുവനന്തപുരത്ത് മകൻ്റെ ഫ്ളാറ്റിൽ വെച്ച് യാദൃശ്ചികമായാണ് ജാവദേക്കറെ കണ്ടതെന്നും ജയരാജൻ പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയമായി ഒന്നും സംസാരിച്ചിട്ടില്ല. ജാവദേക്കറിനൊപ്പം TG നന്ദകുമാറും ഉണ്ടായിരുന്നെന്നും LDF കൺവീനർ പറഞ്ഞു. ശോഭയും സുധാകരനും 4 മാധ്യമപ്രവർത്തകരും നടത്തിയ ഗൂഢാലോചനയാണിതെന്ന് ജയരാജൻ പറഞ്ഞു. താൻ ഇന്നുവരെ ശോഭാ സുരേന്ദ്രനോട് സംസാരിച്ചിട്ടില്ല, അടുത്തുനിന്ന് പോലും കണ്ടില്ല. ആകെ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ മരണസമയത്താണ്. എന്തടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ശോഭാ സുരേന്ദ്രന് തന്റെ മകൻ മെസ്സേജ് അയച്ചിട്ടില്ലെന്നും ഇ.പി. പറഞ്ഞു. സുധാകരനും അതുപോലെ BJPയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും 3-4 പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് സുധാകരൻ്റെ മേലെയുള്ള BJPയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ആസൂത്രിതമായൊരു ഗൂഢാലോചനയായിരുന്നു അത്. അതിൽ എൻ്റെ പേര് വലിച്ചിഴച്ചു. എൻ്റെ പേര് വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ആകെ അവരെ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ കോട്ടയത്ത് ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബോഡി വന്ന അവസരത്തിൽ അവിടെ ഞാനും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേരുണ്ട്. ആ ഇരുന്നൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെയും എത്രയോ അകലെ ഇരുന്നിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ കാണുന്നത്. ഇ.പി. ജയരാജൻ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി.ജെ.പിയിലേക്ക് പോകുമെന്നും കെ. സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗൾഫിൽ വെച്ചുള്ള ചർച്ചയിൽ ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും പങ്കെടുത്തു. ഗൾഫിൽ വെച്ചാണ് ഇ.പി. ബി.ജെ.പിയുമായി ചർച്ച നടത്തിയത്. എന്നാൽ CPM നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ഇ.പി. പിൻവലിഞ്ഞു എന്നായിരുന്നു സുധാകരന്റെ ആരോപണം. ഇതിന് പിന്നാലെ ബി.ജെ.പിയിൽ ചേരാൻ ശ്രമിച്ച CPM ഉന്നത നേതാവ് ഇ.പി. ജയരാജനാണെന്ന് ശോഭാ സുരേന്ദ്രനും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. ഇ.പി. ജയരാജന്റെ മകൻ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നെന്നും ഇ.പി. ബി.ജെ.പിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് പിണറായിക്കറിയാമെന്നും ശോഭ ആരോപിച്ചു. ബി.ജെ.പിയിൽ പോകുമെന്ന ആരോപണങ്ങൾ ഇ.പി. തള്ളിയതിന് പിന്നാലെയാണ് ഇത് സ്ഥിരീകരിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. ഇതിനെല്ലാം മറുപടിയാണ് ഇ.പി. ജയരാജൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ശോഭയും ദല്ലാളും തമ്മിലുള്ള ബന്ധത്തിൽ തങ്ങളെ വലിച്ചിഴക്കേണ്ട എന്നും ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ.പി. വ്യക്തമാക്കി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.